വിജയന്റെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെയും ഒക്കെ വാർത്തകൾക്കിടയിൽ ഈ വാർത്ത അതീവ പ്രാധാന്യമുള്ള ഒരു മനുഷ്യരാശിക്ക് ആകെ പ്രയോജനമുള്ള ഒരു വാർത്ത മുങ്ങിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ലോകത്തെ ശാസ്ത്രലോകത്ത് ഒരു നാഴികക്കല്ലാണ്, ഒരു പുതിയ യുഗം പിറക്കുകയാണ്. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലെ ഫൗസ്റ്റിയൻ ബേസിൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് അവിടെ ക്രേറ്ററുകൾ, പർവ്വതങ്ങളിലെ ക്കുള്ളിലെ വിടവുകൾ, ക്രേറ്ററുകൾക്കുള്ളിലായിട്ട് ചന്ദ്ര ഉപരിതലത്തിന് താഴെ വലിയ അളവിൽ ജലം ഐസിന്റെ രൂപത്തിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ചന്ദ്രയാൻ 2 ആണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഇത് ചന്ദ്രയാൻ 2ന്റെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ചാണ് ഈ കണ്ടുപിടുത്തം സാധ്യമായിരിക്കുന്നത്. സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ, അതായത് ഈ ഏത് സമയത്തും ഇരുട്ടായാലും അതുപോലെ തന്നെ വെളിച്ചമുണ്ടെങ്കിലും, കാർമേഘങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിലും ഒക്കെ അത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അത് ചലിക്കുന്ന വസ്തുക്കളിൽ ഘടിപ്പിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഉപഗ്രഹങ്ങളിലാവാം, വിമാനങ്ങളിലാകാം, ഡ്രോണുകളിലാകാം. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആധുനിക ഉപഗ്രഹങ്ങളൊക്കെ ഭൂമിയെ നിരീക്ഷിക്കുന്നത്. അതുപോലെ അത്തരം ഒരു റഡാർ ഉപയോഗിച്ചാണ് ഡുവൽ ഫ്രീക്വൻസി, പല ഫ്രീക്വൻസി ഉള്ള റേഡിയോ വേവ്സ് അത് പുറപ്പെടുവിക്കും. അങ്ങനെയുള്ള ഒരു ഡുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ് ചന്ദ്രയാൻ 2ലുള്ള. അത് അത്യന്താധുനികമായ ഒരു റഡാറാണ്. ആ റഡാറിന്റെ ആ സാങ്കേതിക വിദ്യയുടെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ താഴെ അത് റിക്കവർ ചെയ്യാവുന്ന, അതായത് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ജലം ഉണ്ട് എന്നുള്ള ഒരു അറിവ്, അത് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം ഈ ജലം വിഘടിപ്പിച്ചിട്ട് ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പല പ്രയോജനങ്ങളുണ്ട്. ഇത് കുടിവെള്ളം മാത്രമായിട്ടല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിന് താഴെയുള്ള ജലം അത് പുറത്തെടുത്ത് അത് ഒരു ഭാഗം കുടിവെള്ളമായി ഉപയോഗിക്കും, മറുഭാഗം വിഘടിപ്പിച്ചിട്ട് അതിൽ നിന്നും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാക്കും. ആ ഓക്സിജൻ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ശ്വസിക്കാൻ ഉപയോഗിക്കാം. ആ ഹൈഡ്രജൻ അതൊരു ഇന്ധനമാണ്.